നമസ്കാരം. നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ 25 എന്ന ദിവസം ഒരു ഇരുണ്ട ദിനമായിരുന്നു. 10 വർഷങ്ങൾക്ക് മുൻപ് ഇതേപോലൊരു ദിവസം ഏറ്റവും ഭീകരമായ ഭൂകമ്പങ്ങളിൽ ഒന്ന് രാജ്യത്തെ പിടിച്ചു കുലുക്കി. 7.8 തീവ്രത രേഖപ്പെടുത്തിയ ആ ഭൂകമ്പത്തിൽ ജീവൻ പൊലിഞ്ഞത് ഏതാണ്ട് 9,000 ആളുകൾക്കാണ്. ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2015 ഏപ്രിൽ 25 രാവിലെ 11:56 നേപ്പാളിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഒരു ശക്തമായ ഭൂകമ്പം ഉണ്ടായത്. കാഠ്മണ്ഡുവിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായി ഗുർഖ ജില്ലയിലെ ബാർപാക്കിനടുത്തായിരുന്നു അതിൻ്റെ പ്രഭവ കേന്ദ്രം. 1934 ശേഷം രാജ്യത്തെ ബാധിച്ച ഏറ്റവും ശക്തമായ ഭൂകമ്പമായിരുന്നു അത്. ദുരന്തത്തിൽ നാശനഷ്ടങ്ങൾ വ്യാപകമായിരുന്നു. 6 ലക്ഷത്തിലധികം കെട്ടിടങ്ങളാണ് കേടുപാടുകൾ സംഭവിക്കുകയോ അവശിഷ്ടങ്ങളായി മാറുകയോ ചെയ്തത്. കാഠ്മണ്ഡു, ഭക്തപൂർ, പാടാൻ എന്നിവിടങ്ങളിലെ ദർബാർ സ്ക്വയറുകൾ, സ്വയംഭൂനാഥ്, അതുപോലെ തന്നെ ബൗദ്ധനാഥ് സ്തൂപങ്ങൾ, പശുപതിനാഥ്, ചങ്കുനാരായൺ ക്ഷേത്രങ്ങൾ തുടങ്ങിയ പ്രധാനപ്പെട്ട മതകേന്ദ്രങ്ങൾ ഉൾപ്പെടെ നിരവധി യുനെസ്കോ ലോക പൈതൃക സ്ഥലങ്ങൾ അവയിൽ ഉൾപ്പെടുന്നുണ്ട്. ഭൂകമ്പത്തിൻ്റെ ഏറ്റവും വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട അനന്തരഫലങ്ങളിലൊന്ന് എവറസ്റ്റ് കൊടുമുടിയിലുണ്ടായ ഹിമപാതമായിരുന്നു. ആ സമയത്ത് പര്യവേഷണ സീസണിൻ്റെ ഉച്ചസ്ഥായിൽ നിരവധി പർവ്വതാരോഹകർ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ ഒത്തുകൂടിയിരുന്നു. ഹിമപാതത്തിൽ കുറഞ്ഞത് 22 പേർ മരിക്കുകയും 60-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പർവ്വതങ്ങളിലുണ്ടായ ഏറ്റവും മാരകമായ അപകടങ്ങളിൽ ഒന്നായിരുന്നു അത്. തലസ്ഥാനത്തിനും വിനോദസഞ്ചാര മേഖലകൾക്കും അപ്പുറം ഗ്രാമീണ സമൂഹങ്ങളെയും ഇത് സാരമായി ബാധിച്ചു. വിദൂര പ്രദേശങ്ങളിലെ മുഴുവൻ ഗ്രാമങ്ങളും നിലം പൊത്തി. മണ്ണിടിച്ചിലുകളും തകർന്ന റോഡുകളും ഈ പ്രദേശങ്ങളിലേക്കുള്ള പ്രവേശനം ദുഷ്കരമാക്കി. പിന്നാലെയുണ്ടായ തുടർചലനങ്ങൾ രക്ഷാപ്രവർത്തനങ്ങളെയും കൂടുതൽ തടസ്സപ്പെടുത്തി. അപകടത്തിൽ സാമ്പത്തിക ആഘാതവും ഗണ്യമായിരുന്നു. ഏകദേശം $5 ബില്യൺ നഷ്ടം സംഭവിച്ചതായി കണക്കാക്കപ്പെടുന്നു. അക്കാലത്ത് നേപ്പാളിൻ്റെ GDPയുടെ ഏകദേശം 1/4 ഇത്. തൽക്ഷണം നേപ്പാൾ സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി സൈന്യത്തെ സജ്ജമാക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര പിന്തുണയൊക്കെ പെട്ടെന്ന് തന്നെ രാജ്യത്തിന് ലഭിച്ചു. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ, വിവിധ മാനുഷിക സംഘടനകൾ, ഐക്യരാഷ്ട്രസഭ എന്നിവർ കാര്യമായ സഹായങ്ങൾ തന്നെ രാജ്യത്തിന് നൽകി. ഏഷ്യയിൽ തന്നെ ഇപ്പോൾ ഏറ്റവും അധികം ഭൂചലനം രേഖപ്പെടുത്തുന്ന മേഖലയാണ് ഹിമാലയൻ രാജ്യമായ നേപ്പാൾ. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും വടക്കേ ഇന്ത്യയും എല്ലാം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തുടർചലനങ്ങൾ അനുഭവപ്പെടുന്ന മേഖലകളാണ്. 2015 വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ നേപ്പാൾ ഭൂചലനത്തിന് ശേഷം ഹിമാലയൻ മേഖലയിലും പരിസരങ്ങളിലും തുടർചലനങ്ങൾ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം എന്തുകൊണ്ടായിരിക്കും നേപ്പാൾ ഉൾപ്പെടെയുള്ള ഹിമാലയൻ മേഖലയിലും പരിസരങ്ങളിലും ഇത്രയധികം ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് എന്നതിന് ഗവേഷകർക്ക് വ്യക്തമായ ഉത്തരം കൂടിയുണ്ട്. ഹിമാലയത്തിൻ്റെ ചരിത്രവുമായും ഹിമാലയൻ മേഖലയിലെ ഭൂചലനങ്ങൾക്ക് ബന്ധമുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിരകളായ ഹിമാലയത്തിൻ്റെ ഉയരം ഇപ്പോഴും വർഷം തോറും ഏതാണ്ട് 1 സെൻറ്റിമീറ്റർ വീതം വർദ്ധിക്കുന്നുണ്ട്. യുറേഷ്യൻ ഭൗമപാളിയിലേക്ക് ഇന്ത്യൻ ഭൗമപാളി ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നതാണ് ഇതിന് കാരണം. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിൽ നിന്ന് വേർപെട്ട് സഞ്ചാരം ആരംഭിച്ച ഇന്ത്യൻ ഭൗമപാളി യുറേഷ്യൻ മേഖലയിൽ ഇടിച്ചു കയറിയാണ് ഹിമാലയം രൂപം കൊണ്ടത്. ഈ ഭൗമപാളി ഇപ്പോഴും വടക്ക് ദിശയിലേക്ക് സഞ്ചരിക്കുന്നതിനാലാണ് ഹിമാലയത്തിൻ്റെ ഉയരവും വർദ്ധിക്കുന്നത്. 2023 ജനുവരി 1 മുതൽ ഇന്നുവരെ നേപ്പാളിൽ 4.0 അതിൽ കൂടുതലും തീവ്രതയുള്ള 70-ലധികം ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ 13 5-നും 6-നും ഇടയിലുള്ളതും 3 6-നും മുകളിലാണ്. ഈ മേഖല ദുർബലമാണ് എന്നതിനുള്ള തെളിവാണ് ഹിമാലയത്തിൻ്റെ പ്രായക്കുറവ്. അതിനൊപ്പം മനുഷ്യർ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും പെരുകുന്ന ജനവാസവും ഭൂചലനങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്.